കർത്താവിൻ്റെ അതിപരിശുദ്ധമേറെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഈ മീഡിയയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വേദഭാഗങ്ങൾ. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരോ, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായ ഒരു സ്ത്രീയെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്ന് കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ വൈദ്യന്മാർക്ക് തൻ്റെ മുതലെല്ലാം കൊടുത്തിട്ടും ആർക്കും സൗഖ്യം വരുത്തുവാൻ കഴിയാത്ത ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ വേദപുസ്തകത്തിലൂടെ പറയുന്നത്. എന്നാൽ ഇവൾ തൻ്റെ വസ്തുവകകളും തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് തനിക്ക് സൗഖ്യം വരാത്തത് കൊണ്ട് താൻ തൻ്റെ ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പഴയ നിയമപുസ്തകം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, രക്തസ്രവമുള്ള സ്ത്രീ തൊടുന്നതും അവളെ തൊടുന്നതുമെല്ലാം അശുദ്ധമായി തീരും. എന്നാൽ ഇങ്ങനെ ഒരു സ്ത്രീ ആ പട്ടണത്തിൽ, ആ ദേശത്തിൽ പാർക്കുമ്പോൾ തന്നെ അവൾ 12 വർഷക്കാലം രക്തസ്രവമുള്ള സ്ത്രീ ആയിരുന്നത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ അശുദ്ധയായ ഒരു സ്ത്രീ പാർക്കുന്ന പട്ടണമെന്ന് ചിലപ്പോൾ ആ ദേശത്തുള്ളവർ എല്ലാവരും പറഞ്ഞിരിക്കാം. അതുകൊണ്ട് തന്നെ അവളുടെ വീടിൻ്റെ അരികിലേക്ക് ആരെങ്കിലും കടന്നു പോയി കഴിഞ്ഞാൽ അറിവില്ലാത്തവരോട് പറയും, അത് അശുദ്ധിയായ സ്ത്രീ പാർക്കുന്ന ഇടമാണ്, അങ്ങോട്ട് പോകരുത്, അവൾ നിന്നെ തൊട്ടാലും നീ അറിയാതെ അവളെ തൊട്ടാലും നീ അശുദ്ധമായി തീരുമെന്ന് പറയത്തക്ക ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ആ സ്ത്രീ ജീവിച്ചിരുന്നത്. എന്നാൽ അവൾ തൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ തന്നെ എല്ലാവരെയും സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുരുടർക്ക് കാഴ്ച കൊടുക്കുകയും ചെകിടർക്ക് കേൾവി കൊടുക്കുകയും മുടന്തരെ എഴുന്നേൽപ്പിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി അവൾ കേൾക്കുകയും കർത്താവിനെ ഒന്ന് കാണണം, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും താൻ തൊട്ടാൽ സൗഖ്യമായി തീരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് താൻ തൻ്റെ ഭവനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടിടയായി തീർന്നു. ആ സ്ത്രീ അശുദ്ധയായി പാർക്കുന്ന ഇടത്ത് അവളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കെ അവൾ എപ്രകാരമാണ് ഇങ്ങനെ യേശു കർത്താവിൻ്റെ അരികിലേക്ക് പോയതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ആ കർത്താവ് ഒരു പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ 10,000-കണക്കിന് പുരുഷാരം തന്നെ തിക്കിക്കൊണ്ട് തന്നോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവരാരും അവളെ കണ്ടതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അവൾ വിശ്വാസത്തോടെ സൗഖ്യത്തിനായി കർത്താവിൻ്റെ അരികിലേക്ക് തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത മാത്രയിൽ തൊട്ട് അവൾ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത് വരെയും അവളെ കരുതി പരിപാലിച്ച ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്, നമ്മെ കാണുന്ന ദൈവം, നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ പേര് ചൊല്ലി വിളിച്ചവനായ ദൈവം, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടുകൊണ്ടിരിക്കുന്നവനായ ദൈവം, അവിടുത്തെ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അവൾ തൻ്റെ ഭവനത്തിനകത്ത് നിന്നും പുറത്തേക്ക് ആ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന ഓരോ വഴിയാത്രയിലും അവളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യത്തെ ഞാൻ കാണുവാനായിട്ടിടയായി തീർന്നു. പ്രിയരെ, ആ സ്ത്രീ കർത്താവിൻ്റെ അരികിലേക്ക് ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട മാത്രയിൽ തന്നെ കർത്താവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് ഈ നല്ല സമയം ഈ മീഡിയയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ ദൈവ പൈതലേ, കർത്താവിനെ വിശ്വാസത്തോടെ വിളിക്കുവാൻ, കർത്താവിനെ ഒന്ന് തൊടുവാൻ നീ നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണെങ്കിൽ കർത്താവിങ്കിൽ നിന്ന് നിനക്ക് വേണ്ടി ശക്തി പുറപ്പെടും. ആ മാത്രയിൽ, ആ നിമിഷം നിന്നിൽ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കും. എത്ര പഴക്കമുള്ള രോഗത്തിനാണോ നീ അടിമപ്പെട്ടിരിക്കുന്നത്, ആ രോഗത്തെ നിഷ്പ്രയാസം നിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിനക്ക് പൂർണ്ണ സൗഖ്യം തന്ന് തൽക്ഷണം നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെയാണ് ഈ മീഡിയയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഇരുവാഴ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവ
ഭാവങ്ങളെ വിവേചിച്ചറിയുന്നതുമായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവവചനം നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ രക്തക്കുഴലുകൾക്കകത്ത്, നിന്റെ നാഡി ഞരമ്പുകൾക്കകത്ത് അതൊരു അത്ഭുതമായി വിടുതലായി പരിണമിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഈ വചനത്തെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കർത്താവ് ചോദിച്ചു, എന്നെ തൊട്ടത് ആർ? എന്നാൽ തന്നോട് കൂടെ ഇരുന്നവർ എല്ലാവരും പറഞ്ഞു, ഞാനല്ല എന്ന്. എന്നാൽ 47-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. പ്രിയ ദൈവപൈതലേ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്ന് നമുക്ക് സൗഖ്യം നൽകി തന്നാൽ നാം മിണ്ടാതെ ഇരിക്കരുത്. സകല ജനവും കേൾക്കെ അത് നാം ഉറച്ച് സാക്ഷിയായി നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ തയ്യാറാണെങ്കിൽ ആ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കി തീർക്കുകയും അത് ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുകയും ചെയ്യുമെന്ന് ഞാൻ ഈ സമയം നിങ്ങളോട് പറയട്ടെ. കർത്താവ് നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ, നമ്മുടെ രോഗശയ്യയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ നല്ല വിധങ്ങളെ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകണം. ആ സ്ത്രീ താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ട് തനിക്ക് ലഭിച്ച ആ രക്ഷയുടെ, ആ വിടുതലിന്റെ സാക്ഷ്യം സകല ജനവും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. കർത്താവ് ഈ സമയം ഈ മീഡിയയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ ദൈവപൈതലേ, നിന്നോടും ഇപ്രകാരം വിളിച്ചു പറയുന്നു, സമാധാനമായിരിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.